അപ്പോൾ കാക്കാപ്പൂച്ചെടിയുടെ സീഡ് പ്രത്യേക രീതിയിലാണ് കേട്ടോ നമ്മൾ നടുന്നത്. ഇങ്ങനെ നട്ടുകൊടുത്ത് ഈ ഒരു വളക്കൂടി ഒഴിച്ചു കൊടുത്താൽ നല്ല റിസൾട്ടാണ്, നമ്മൾ അന്തം വിട്ടു പോകുന്ന റിസൾട്ടാണ് നമുക്ക് കിട്ടുക. ചെടി നിറയെ ബ്രാഞ്ചുകൾ വരും എന്നുള്ളതാണ്. അതിലൊക്കെ നിറയെ പൂമൊട്ടുകളും പൂക്കളും ഇതുപോലെ തിങ്ങി നിറഞ്ഞു വരും. അപ്പോൾ 1, 2, 3 പൂക്കളൊക്കെ വന്നിട്ട് നിന്ന് പോവാതെ തുടർച്ചയായിട്ട് നമുക്ക് ഇതിൽ പൂക്കൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിന് ചെയ്തു കൊടുക്കേണ്ടത് ഇതേപോലെ നമുക്ക് പൂക്കൾ നന്നായിട്ട് കിട്ടി അതിനുശേഷം അവിടെയൊക്കെ ഓരോ പൂക്കൾ ഏറ്റവും മുകളിലുള്ള പൂക്കളൊക്കെ ഒന്നൊന്നായിട്ട് നിൽക്കുന്ന സമയത്ത് തന്നെ ആ ഒരു പൂങ്കൊല ഉണ്ടല്ലോ, ആ ഒരു പൂങ്കൊല എവിടെ നിന്നാണോ വന്നിട്ടുള്ളത് അതിൻ്റെ അടിഭാഗത്തുള്ള ഇല വരുന്ന ഭാഗം വെച്ച് അങ്ങ് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുക. ഇങ്ങനെ എല്ലതും ട്രിം ചെയ്ത് മാറ്റി കൊടുത്താൽ നമുക്ക് നല്ല റിസൾട്ടായിരിക്കും കിട്ടുക. ആ ഓരോ നോഡിൽ നിന്നിട്ടും കൂടുതൽ ബ്രാഞ്ചുകൾ വരികയും അതിലൊക്കെ നമുക്ക് പൂക്കൾ തിങ്ങി നിറഞ്ഞ് വരികയും ചെയ്യും. അപ്പോൾ നമ്മൾ ഇനി ഉണ്ടാക്കാൻ പോകുന്ന ആ വളക്കൂടി ഒഴിച്ചു കൊടുത്താലാണ് നമുക്ക് ബ്രാഞ്ചുകൾ കൂടുതൽ വരും. അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു പ്ലാന്റിൻ്റെ വിത്തുകൾ നമ്മൾ മുളപ്പിക്കുന്ന സമയത്ത് നല്ല വെയിലുള്ളൊരു സ്ഥലത്ത് പോട്ട് മിക്സ് ഫില്ല് ചെയ്തിട്ട് ആ ഒരു സ്ഥലത്ത് വെക്കുക. നല്ല വെയിൽ, രാവിലെ മുതൽ വൈകുന്നേരം വരെ വെയിൽ കിട്ടുന്ന സ്ഥലത്ത് വെക്കുക. അതിൽ സീഡുകൾ ഇട്ട് മുളപ്പിക്കുക. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഹൈറ്റിൽ ചെടി വളർന്നു പോകാതെ ചെറിയ ചെടി ആയിക്കൊണ്ട് തന്നെ അതിൽ നിറച്ചും ബ്രാഞ്ചുകൾ വരികയും കൂടുതൽ പൂക്കൾ കിട്ടാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അതുകൊണ്ട് ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. പിന്നെ നന്നായിട്ട് പോട്ട് മിക്സിൽ ഈർപ്പം ഉണ്ടോയെന്ന് കൂടി ശ്രദ്ധിക്കാനായിട്ട് മറന്നു പോകരുത്. ഒരുപാട് പോട്ട് മിക്സ് ഡ്രൈ ആയിപ്പോയാൽ ചെടി മുരടിച്ചു പോകും, അതേപോലെ തന്നെ വാടിപ്പോകാനായിട്ടുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ നമുക്ക് സീഡ് പാവാനായിട്ട് നമുക്ക് പകുതി ഭാഗത്തേക്ക് ചാണകപ്പൊടി ആവശ്യമായിട്ടുണ്ട്, പകുതി ഭാഗത്തേക്ക് ചകിരിച്ചോറ് ആവശ്യമായിട്ടുണ്ട്. നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അതിനുശേഷം പ്രത്യേക രീതിയിൽ വേണം നമ്മൾ ഈ ഒരു പോട്ട് മിക്സ് ഫില്ല് ചെയ്ത് കൊടുക്കാൻ. ഇങ്ങനെ മിക്സ് ചെയ്തെടുത്തിട്ട് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കരുത്. അപ്പോൾ പകുതി ഭാഗത്തേക്ക് മാത്രമാണ് നമ്മൾ രണ്ടും കൂടി ഫില്ല് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ കാൽ ഭാഗത്തേക്ക് നമ്മൾ സാധാരണ ഗാർഡനിങ് സോയിൽ ഉണ്ടാവുമല്ലോ, മയൽമണ്ണ്, അതെടുത്തിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം. ബാക്കി പകുതി ഭാഗത്തേക്ക് നമ്മൾ ഈ ഒരു മുന്നേ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് കാൽഭാഗത്തേക്ക്. അപ്പോൾ കാൽഭാഗത്തേക്ക് നമ്മൾ മണ്ണ് മാത്രം ഫില്ല് ചെയ്തു, അടിഭാഗത്ത് ബാക്കി കാൽഭാഗത്തേക്ക് ഈ ഒരു പോട്ട് മിക്സ് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുത്തു. എന്നാലും ഏകദേശം ഒരു പകുതി ഭാഗത്തിൻ്റെ മുകളിൽ വരെയുള്ള ഒരു ഭാഗം നമുക്ക് ഫില്ലായി കിട്ടിയിട്ടുണ്ട്. അത്രയും നമ്മൾ ആദ്യം ഫില്ല് ചെയ്യാൻ പാടുള്ളൂ. ഫുള്ളായിട്ട് ചട്ടിയിൽ ഫുള്ളായിട്ട് പോട്ട് മിക്സ് ഫില്ല് ചെയ്യരുത്. ഇനി ഇതേപോലെ നല്ല ഉണങ്ങിയ വിത്ത് നോക്കിയിട്ടെടുക്കുക. ഈ ഒരു ചെടിയുടെ വിത്ത് നന്നായിട്ട് ഉണങ്ങിക്കഴിയുമ്പോൾ അത് ശേഖരിക്കുക. അത് മുകൾ ഭാഗത്ത് ഇതേപോലെ ഒന്ന് വിതറി കൊടുക്കുക. അപ്പോൾ കുറച്ചധികം കൂടുതലായിട്ട് നമുക്ക് വിതറി കൊടുക്കാം. അതിനുശേഷം ഇതേപോലെ എന്തെങ്കിലും കമ്പങ്ങത്തും വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം, വിത്ത് കുറച്ച് മണ്ണിൻ്റെ അടിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. ഇനി നന്നായിട്ടൊന്ന് നനച്ചുകൂടിയും കൊടുക്കുക. അപ്പോൾ നമ്മൾ വെള്ളം കുത്തി ഒഴിച്ചു കൊടുക്കാതെ നമ്മൾ എന്തെങ്കിലും ഒരു സ്പ്രേ ആയിട്ട് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ കൈകൊണ്ട് തെളിച്ച് നമ്മൾ വേണം നനച്ചു കൊടുക്കാനായിട്ട്. വിത്ത് ഒന്ന് 2-3 മുളച്ച് വന്ന ഒരു 2-3-4 ഇല പ്രായമാവുന്നവരെ. അതിനുശേഷം നമ്മൾ വളരെ താഴ്ത്തി മാത്രം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ അതിൻ്റെ വേരുകളൊക്കെ ഇളകിപ്പോകാനായിട്ടുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. ഇനി നമുക്ക് നല്ലൊരു വളം ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ ഒരു 4-5 ഇല പ്രായമൊക്കെ ആകുമ്പോൾ തന്നെ നമ്മൾ വളം വളരെ നേർപ്പിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക. ഒരിക്കലും സ്ട്രോങ് ആയിട്ടുള്ളൊരു വളം ഒഴിച്ചു കൊടുക്കരുത്. വളരെ നേർപ്പിച്ചിട്ട് നമുക്ക് ഒരു 8 ദിവസത്തിൽ ഒരു പ്രാവശ്യം നല്ല രീതിയിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇങ്ങനെ ചെയ്താലാണ് നല്ല റിസൾട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ വളം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് പെട്ടെന്ന് നോക്കിയിട്ട് വരാം. 1/2 ഗ്ലാസ് ചാണകം 10 ലിറ്റർ വെള്ളത്തിൽ നന്നായിട്ട് കലക്കുക. അതിലേക്ക് നമുക്ക് 1 ലിറ്റർ കഞ്ഞിവെള്ളം കൂടി നന്നായിട്ട് ചേർത്ത് 10 ദിവസം വയ്ക്കുക. അതിനുശേഷം നന്നായിട്ട് പുളിച്ച് കഴിയുമ്പോൾ എടുത്ത് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. വളരെയധികം റിസൾട്ട് കൂടുതലാണ്. ഓരോ 8 ദിവസം 10 ദിവസം ഇടവേളകൾ ഇട്ട് നമുക്ക് നനച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ചെറിയ തൈയൊക്കെ ആയിരിക്കുന്ന സമയത്ത് ഒന്നുകൂടി നമ്മൾ 5 എന്നുള്ള 10 ലിറ്റർ കൂടി ഒരു 5 ലിറ്റർ കൂടി ഒഴിച്ച് ഒന്ന് നേർപ്പിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാനായിട്ട് മറന്നു പോകരുത്. നന്നായിട്ട് വലിയ ചെടിയായി കഴിയുമ്പോൾ നമുക്ക് ഈ മുന്നേ പറഞ്ഞ രീതിയിൽ തന്നെ കുറച്ച് സ്ട്രോങ് ആയിട്ട് വളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പ്രൂണിങ് ചെയ്ത് കഴിയുമ്പോൾ നമ്മളിപ്പോൾ ഒരു 1/4 ഭാഗം പകുതിയുടെ കുറച്ച് മോള് വരെയാണ് മണ്ണ് ഫില്ല് ചെയ്തിട്ടുള്ളത്. മുന്നേ പറഞ്ഞ പോലെ തന്നെ പകുതി ഭാഗത്തേക്ക് ചാരിച്ചോറും പകുതി ഭാഗത്തേക്ക് ചാണകപ്പൊടിയും വീണ്ടും മിക്സ് ചെയ്തെടുത്ത് പ്രൂണിങ് കഴിയുമ്പോൾ നമ്മളിതിൻ്റെ ചൂടിൽ കംപ്ലീറ്റ് ഇട്ട് ഫില്ല് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ തണ്ടിൽ നിന്നൊക്കെ വേരുകൾ വരികയും അതിൽ നിന്നാണ് കൂടുതൽ ബ്രാഞ്ചുകൾ പിന്നെ വരാനുള്ള വളം വലിച്ചെടുക്കുക ഈ ഒരു ചെടി. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ചൂട് ഭാഗത്തേക്ക് നമ്മൾ എംപ്റ്റി ആക്കി ഇട്ടിട്ടുള്ള ആ ഒരു പോട്ടിലേക്ക് പിന്നീട് നമ്മൾ ഘട്ടമായിട്ട് ഓരോ പ്രാവശ്യവും പ്രൂൺ ചെയ്യുമ്പോഴും നമ്മളൊരു 10-15 ദിവസം കഴിയുമ്പം ഒരു 2 ഇഞ്ച് ഹൈറ്റ് ആക്കിയിട്ട് നമ്മൾ ഇതേപോലെ പോട്ട് മിക്സ് ഫില്ല് ചെയ്ത് കൊടുക്കാനായിട്ട് മറന്നു. കൂടുതൽ കളറുകൾ ഉണ്ടാക്കാനായിട്ട് 2-3 കളറുകൾ ഉണ്ടെങ്കിൽ ആ മറ്റ് കളറുകളായിട്ട് ഈ ഒരു പൂമ്പൊടിയായിട്ട് നന്നായിട്ടൊന്ന് പരാഗണം ചെയ്ത് കൊടുക്കുക. ഈർക്കളം എന്തെങ്കിലും എടുത്തിട്ട് നമുക്ക് ചെറുതായിട്ട് അതിൻ്റെ ഉള്ളിൽ മഞ്ഞ കളറിൽ കാണാം, അതിലൊന്ന് ടച്ച് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ കാണുന്ന ആ ഒരു മഞ്ഞ കളറായിട്ടൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ നമ്മൾ പരാഗണം ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു കളറിൽ നിന്ന് മറ്റൊരു കളർ കൂടുതലായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ
ഉണ്ടാക്കാൻ പറ്റുന്നുള്ള ടിപ്സ് കൂടിയും ഓർമ്മ വയ്ക്കാനായിട്ട് മറന്നു വരുത്. അപ്പോൾ വീഡിയോയിൽ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് എഴുതി അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് ലൈക്കും സബ്സ്ക്രൈബും തരാൻ കൂടി മറക്കരുത് കേട്ടോ. അപ്പോൾ നല്ല വീഡിയോ ആയിട്ട്